ഇടുക്കി ചക്രമുടി കയ്യേറ്റത്തിൽ പ്രത്യേക അന്വേഷണ സംഘം നടപടികൾ ആരംഭിച്ചു. അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നു എന്ന ആരോപണം ഉയർന്നതിന് പിന്നാലെയാണ് ദേവികുളം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകൾ സ്ഥലത്ത് പരിശോധന നടത്തിയത്. കയ്യേറ്റത്തിലും അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഉദ്യോഗസ്ഥതല ഒത്താശ നടന്നിട്ടുണ്ടോ എന്നും പരിശോധിക്കും. അതീവ പരിസ്ഥിതിലോല മേഖലയായ ചക്രമുടിയിൽ നടന്ന കയ്യേറ്റത്തിലും അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങളിലും റവന്യൂ മന്ത്രി റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ച സമയപരിധി പിന്നിട്ടിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു. വിശദമായ പരിശോധന വേണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ പ്രത്യേക സംഘത്തെ നിയോഗിച്ചെങ്കിലും സ്ഥലം സന്ദർശിക്കുന്നത് വൈകി. റവന്യൂ വനം വകുപ്പുകൾക്കെതിരെ നാട്ടുകാർ ആരോപണം കടുപ്പിച്ചതോടെയാണ് വനം, റവന്യൂ, മൈനിംഗ് ആൻഡ് ജിയോളജി, പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ ചക്രമുടിയിലെ വിവാദ ഭൂമിയിലെത്തി പരിശോധന നടത്തിയത്. കയ്യേറ്റവും അനധികൃത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് ദേവികുളം സബ് കളക്ടർ വ്യക്തമാക്കി. ഇപ്പോൾ സൈറ്റ് ഇൻസ്പെക്ഷൻ നടന്നേ ഉള്ളൂ. പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഇതിൽ കുറച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള ആസ്പെക്ട് ഉണ്ട്. ഇതിനകത്ത് എൻവയറമെന്റൽ ആസ്പെക്ട് ഉണ്ട്, അല്ല റവന്യൂന്റെ ഇതും വരുന്നുണ്ട്, അപ്പോൾ കൺസ്ട്രക്ഷൻ്റെ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ PWD ബിൽഡിങ്സ് വന്നിട്ടുണ്ട്, ജിയോളജിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഫോറസ്റ്റിന് റെപ്രസെന്റേറ്റീവ് ഉണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും എങ്ങനെയാണ് നമുക്ക് ഇതിനകത്ത് നടപടികൾ എടുക്കാൻ പറ്റുന്നത് ജോയിന്റ് ആയിട്ടുള്ള മീറ്റിംഗിന് ശേഷം നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല, എല്ലാം സമഗ്രമായിട്ടുള്ള പരിശോധനയാണ് നടത്തുന്നത്. അപ്പോൾ അതിനകത്ത് എല്ലാ ആസ്പെക്റ്റും വരുന്നുണ്ട്. എങ്ങനെയാണ് ഇത് എത്തിച്ചേർന്നത്, ഇതൊരു ലൂപ്പ് ഹോൾ ആണോ സിസ്റ്റത്തിലുള്ളതെന്ന് വരെ നമ്മൾ പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ടുന്ന നിയമനിർമ്മാണം വേണമെങ്കിൽ അതിനുള്ള സജഷൻ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. മലയിടിച്ചു നിരത്തി റോഡ് നിർമ്മിച്ച സ്ഥലം മുറിച്ചു വിൽപ്പന ലക്ഷ്യമിട്ടായിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ. CPI നേതാവിന്റെ 12 ഏക്കർ സ്ഥലവും ചക്രമുടിയിൽ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. CPI CPM നേതാക്കളുടെ ഒത്താശയോടെയാണ് കയ്യേറ്റം നടന്നത് എന്നും ആരോപണമുണ്ട്. ദേവികുളം സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം അടുത്ത ദിവസം വിശദമായ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കും. ജനം, ഇടുക്കി.